പൊട്ടൻസി ആയിട്ട് പറയാൻ പറ്റും. ഇത്ര എടുത്ത പാർട്ട് ക്ലിയർ അല്ലേ? ഇത്ര എടുത്ത പാർട്ട് ക്ലിയർ അല്ലേ ഡോക്ടേഴ്സ്? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വെഹിക്കിൾസ് ആണ്. വെഹിക്കിൾസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നില്ല. 3 ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ആണ് ഉള്ളത്. സോളിഡ് വെഹിക്കിൾ, ലിക്വിഡ് വെഹിക്കിൾ, സെമി സോളിഡ് വെഹിക്കിൾസ്. ഇതില് സ്റ്റാർച്ച് വരുന്നത് ഏത് ടൈപ്പിലാണ്? സ്റ്റാർച്ച് വരുന്നത് solid, എനി അതർ ആൻസർ? വേറെ ആയിരിക്കും വേറെ എന്തെങ്കിലും ആൻസർ? semi solid, വേറെ എന്തെങ്കിലും ആൻസർ? സെമി സോളിഡ്. ഓക്കെ, സെമി സോളിഡ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. സോളിഡ് അല്ല. സ്റ്റാർച്ച് വരുന്നത് സെമി സോളിഡ് ആണ്, മറക്കരുത് കേട്ടോ. സ്പെർമാസിറ്റി വരുന്നത് ഏലാണ്? സെമി സോളിഡ്. സെമി സോളിഡ് ആണ്. സോൾവെന്റ് ഈതറോ? liquid, ലിക്വിഡ്. ലിക്വിഡ് വെഹിക്കിൾസ് ആണ്. അപ്പൊ സോളിഡ് ഇത്രയാണ്. ഐസ് ഇൻ ഗ്ലാസ്? സെമി സോളിഡ്. സെമി സോളിഡ്. ഇത്രയുള്ള മെയിൻ ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാവുന്നത്. സോളിഡ് വെഹിക്കിൾസ് ഷുഗർ ഓഫ് മിൽക്ക്, കെയിൻ ഷുഗർ, ഗ്ലോബ്യൂൾസ് ആൻഡ് പില്യൂൾസ്, പെല്ലറ്റ്സ്, കോൺസ്, ടാബ്ലറ്റ്സ്. ലിക്വിഡ് വെഹിക്കിൾസിൽ വരുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ, പ്യൂരിഫൈഡ് വാട്ടർ, ആൽക്കഹോൾ, ഗ്ലിസറിൻ. ഗ്ലിസറിൻ ലിക്വിഡ് ആണ്. അതിന്റെ കൺസിസ്റ്റൻസി ആലോചിച്ചിട്ട് സെമി സോളിഡ് ആണെന്ന് വിചാരിക്കരുത്. സിമ്പിൾ സിറപ്പ്, പിന്നെ എല്ലാ ഓയിൽസും, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അങ്ങനെ എല്ലാ ഓയിൽസും വരുന്ന ലിക്വിഡ് ആണ്. സെമി സോളിഡിൽ വരുന്നത് പാരഫിൻ. പാരഫിനിൽ 2 ടൈപ്പ് ഉണ്ട്, ഹാർഡ് പാരഫിനും ഹാർഡ് പാരഫിൻ, സോഫ്റ്റ് പാരഫിൻ. ഓക്കെ, പിന്നെ ബി വാക്സസ് ആണ്. പിന്നെ സ്പെർമസെറ്റി, പ്രിപ്പയർഡ് ലാർഡ്, ഐസിൻ ഗ്ലാസ്, സോപ്പ്. സോപ്പ് തന്നെ 3 ടൈപ്പ് ഉണ്ട്, ഹാർഡ്, സോഫ്റ്റ്, കേർഡ്. അത് ഡീറ്റെയിൽ ആയിട്ട് വരും അടുത്തതിൽ. പിന്നെ വരുന്നത് സ്റ്റാർച്ച് ആണ്. ഓക്കെ, സ്റ്റാർച്ച് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായെന്ന് തോന്നുന്നു. സ്റ്റാർച്ച് സെമി സോളിഡിലാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഷുഗർ ഓഫ് മിൽക്കിലേക്ക് പോവാം. ഷുഗർ ഓഫ് മിൽക്ക് സോളിഡ് വെഹിക്കിൾ ആണ്. അതിന്റെ സോഴ്സ് ഏതാണ്? ഐ മീൻ സക്കാരം ലാക്ടോസ് അല്ലെങ്കിൽ സക്കാരം ലാക്ടോസ് ആൻഡ് ഷുഗർ ഓഫ് മിൽക്ക്. വെഹിക്കിൾസിന് സ്ലൈഡ് ഇല്ല കേട്ടോ, അത് ഞാൻ ഇടാത്തത്. God's milk, ഗോട്ട് മിൽക്കാണ്. ഗോട്ട്സിന്റെ മിൽക്കാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. പ്യൂരിഫിക്കേഷൻ പ്രോസസ് എന്താണ്? staff process, ഓക്കെ, സ്റ്റാഫ് പ്രോസസ് ആണ് ഇതിന്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്. സ്റ്റാഫ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതാണ്? അബ്സല്യൂട്ട്. ആൽക്കഹോൾ ആണ്. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഷുഗർ ഓഫ് മിൽക്കിനെ പറ്റി അറിഞ്ഞിരിക്കുക. അതിന്റെ സോഴ്സ് ഗോഡ്സ് മിൽക്ക് ആണ്. സ്റ്റാഫ് പ്രോസസ് ആണ് പ്യൂരിഫിക്കേഷന് യൂസ് ചെയ്യുന്നത്. അതിൽ ഐ മീൻ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് അതിന് അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റേബിൾ ഇൻ എയർ ആണ്. ഷുഗർ ഓഫ് മിൽക്ക് റെഡിലി അബ്സോർബ് ഓർഡർ ആണ്. പിന്നെ 1 gram ഓഫ് ഷുഗർ ഓഫ് മിൽക്ക് 5 ml ഓഫ് വാട്ടറിലും 2.6 ml ഓഫ് ബോയിലിംഗ് വാട്ടറിലും ഈസിലി സോലുബിൾ ആണ്. ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റാർച്ച് ഉണ്ട്. സ്റ്റാർച്ച് ഒരു ഇംപ്യൂരിറ്റി ആണ് ഷുഗർ ഓഫ് മിൽക്കിന്റെ. പിന്നെ കെയിൻ ഷുഗർ, ആലം, ക്ലോറിൻ, ഫോസ്ഫേറ്റ് ആൻഡ് കോപ്പർ. ഓക്കെ, സ്റ്റാർച്ച് ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കണം. രജിസ്റ്റർ ഡോക്ടർ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇംപ്യൂരിറ്റീസ് സ്റ്റാർച്ച്, കെയിൻ ഷുഗർ, ആലം, ക്ലോറിൻ, ഫോസ്ഫേറ്റ് ആൻഡ് കോപ്പർ ആണ്. നെക്സ്റ്റ് വരുന്നത് ഗ്ലോബ്യൂൾസ് ആണ്. ഗ്ലോബ്യൂൾസ് പ്രിപ്പറേഷൻ എവിടെ നിന്നാണ്? പ്രിപ്പയർഡ് ഫ്രം ഗ്ലോബ്യൂൾസ് കെയിൻ ഷുഗർ ആണ്. വിത്ത് ഗ്ലോബൽ മേക്കിംഗ് പാൻ ഓർ പീൽസ് ആണ് വരുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് മോളിക്കുലർ വെയിറ്റ് ഞാൻ പറയുന്നില്ല, കൺഫ്യൂസിങ് ആവുന്നത് കൊണ്ട്. മെയിൻ ആയിട്ട് സൈസ് ഇതിന്റെ പറയുന്നത് 8 to 80 ആണ്. നമ്മള് ഒരു 80 വരെ ഉള്ളത് 40 to 80 വരെ പില്യൂൾസും ദ സ്മോളർ സൈസസ് ആർ കോൾഡ് ഗ്ലോബ്യൂൾസ് എന്നാണ്. ഇത് മെയിൻലി നൈദർ ടു സോഫ്റ്റ്, അധികം ഹാർഡും അല്ല അധികം സോഫ്റ്റും അല്ല, ഓർഡർലെസ് ആണ്, സ്വീറ്റ് ടേസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ യൂസ് എന്തൊക്കെയാണ്? ഇത് ഡിസ്പെൻസിങ് മെഡിസിൻസ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ. എയർ ടൈറ്റ് ബോട്ടിൽ ആണെങ്കിൽ കുറെ കാലം ഉപയോഗിക്കാന്നാണ് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെയാണ്? കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. സ്റ്റാർച്ച് ഇതിന്റെ ഇമ്പ്യൂരിറ്റീസ് ആണ് കേട്ടോ.
സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഗ്ലിസറിൻ, ടാൽക്ക്, ഫ്ലൂറൈഡ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ്, ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോൺ ആണ്. കോണിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? കോൺസ് അതിൽ മാത്രം ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതെ, കെയിൻ ഷുഗർ ആൻഡ് എഗ് ആൽബുമിനാണ് കോൺസിൽ വരുന്നത് മെയിൻ ആയിട്ട്. പിന്നെ ഒരു പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒരുപാട് കാലം ലോങ് ടേം ആയിട്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ടാബ്ലറ്റ്സ് ആണ്. ടാബ്ലറ്റ്സ് എന്തിനെ കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഷുഗർ ഓഫ് മിൽക്ക് എന്നാണ്. പ്യൂർ റിഫൈൻഡ് ഷുഗർ ഓഫ് മിൽക്ക് എന്നാണ് നമ്മൾ ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബ്യൂൾസിന് അത്രയും ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആ ഒരു കൺസിസ്റ്റൻസിയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. ഈവൻ സ്വീറ്റ്നെസ്സിന് വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. പിന്നെ 1 ഗ്രെയിൻ ഓഫ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആണ് വരുന്നത്? മില്ലിഗ്രാം. 65. ഓക്കെ, 65 ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഞാൻ ഓടിച്ചു വിടുന്നതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് സ്പീഡായിട്ട്? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഇതിന് നമ്മൾ സ്മോൾ സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ലിബിക്സ് കണ്ടൻസർ ആണ് നമ്മൾ സ്മോൾ സ്കെയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിൽ, കൺവെൻഷണൽ സ്റ്റില്ലും മൾട്ടിപ്പിൾ എഫക്റ്റ് സ്റ്റില്ലും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ 2 പ്രോസസ്സ് ഉണ്ട് ആക്ച്വലി, ഡീഅയണൈസേഷനും ആനിയോൺ എക്സ്ചേഞ്ചറും. ഈ 2 പ്രോസസ്സിലൂടെ കടത്തി വിട്ടതിന് ശേഷമാണ് നമുക്ക് വാട്ടറിന് പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ pH എത്രയാണ്? പ്യൂരിഫൈഡ് വാട്ടറിന്റെ pH 5.8 to 7 ആണ് ഇതിന്റെ pH എന്ന് പറയുന്നത്. ഇംപ്യൂരിറ്റീസ് ആസിഡിക്, ആൽക്കലൈൻ സബ്സ്റ്റൻസസ് ഉണ്ടാവാം, ആസിഡിക് സബ്സ്റ്റൻസസ് ഉണ്ടാവും, ലെഡ്, അയൺ, അമോണിയ, ക്ലോറിൻ, സൾഫേറ്റ്, കാൽസ്യം. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഇംപ്യൂരിറ്റീസ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ ഒറ്റൊരു ക്ലാസ്സിൽ മാത്രം നമ്മൾ മദർ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഏതാണ് ക്ലാസ്? ക്ലാസ് 5 ആണ്. നെക്സ്റ്റ് വരുന്നത് ആൽക്കഹോൾ ആണ്. ഈഥൈൽ ആൽക്കഹോൾ, എത്തനോൾ, സ്പിരിറ്റ് ഓഫ് വൈൻ ഓർ ഗ്രെയിൻ ആൽക്കഹോൾ എന്നൊക്കെ പറയട്ടോ ഇതിന്. മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയുക, കമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? അല്ലാണ്ട് ഒരുപാട് സോഴ്സുകൾ ഇതിനുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ നമ്മൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് പ്രിപ്പറേഷനിൽ. മൊളൈസിസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നതിന്റെ പ്രിപ്പറേഷനിൽ. വേറെയും കുറെ സബ്സ്റ്റൻസസ് നമുക്കിത് കിട്ടും. ബീട്രൂട്ട്, ഷുഗർ കെയിന്, ഗ്രേപ്സ്, കോൺ, ബാർലി, വീറ്റ്, റൈസ്, ഇതൊക്കെയാണ്. ഇംപ്യൂരിറ്റീസ് ഓഫ് ആൽക്കഹോൾ ഏതൊക്കെയാ? ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഉണ്ട് അല്ലേ? ഇംപ്യൂരിറ്റീസ് ഓഫ് ആൽക്കഹോൾ മെയിൻ ആയിട്ട് പറയുന്നത് ഫ്യൂസൽ ഓയിൽ ആണ്. ഫ്യൂസൽ ഓയിൽ എങ്ങനെയാ നമുക്ക് കണ്ടെത്താൻ പറ്റുക? ഐ മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക? എന്ത് ആൽക്കഹോളിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ്? ഫ്യൂസൽ ഓയിലിന്റെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് നോക്കണേ. ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂസൽ ഓയിലിന് സൾഫ്യൂറിക് ആസിഡ് പറഞ്ഞൊരു ഡോക്ടർ, സൾഫ്യൂറിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എന്ത് കളറാണ് കിട്ടേണ്ടത്? റെഡ് ഓർ ബ്രൗൺ. ഓക്കെ, ഫ്യൂസൽ ഓയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് 3 മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ AgNO3 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് റെഡ് കളർ കിട്ടുകയാണെങ്കിൽ അത് ഫ്യൂസൽ ഓയിൽ ഉണ്ട് എന്നാണ്. ആൽക്കഹോളിന്റെ കൂടെ
H2SO4 ആഡ് ചെയ്യാം. റെഡ് ഡോട്ട് ബ്രൗൺ കളർ ആണെങ്കിൽ ഫ്യൂസൽ ഓയിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോൾ ഇവാബറേറ്റ് ചെയ്യുക, അന്നേരം അതിനൊരു ഫോറിൻ ഓർഡർ ഉണ്ടെങ്കിൽ ഫ്യൂസൽ ഓയിൽ ഉണ്ട് എന്നാട്ടോ അതിന്റെ അർത്ഥം. പിന്നെ ഇതില് ആൽക്കഹോളിൽ നിങ്ങൾ ഇമ്പ്യൂരിറ്റി ടെസ്റ്റിൽ ഒരു ടെർമിനോളജി ആലോചിച്ച് നോക്കുക. ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ ടെസ്റ്റ് ആൽക്കഹോളിന്റെ ഇമ്പ്യൂരിറ്റി ടെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു ഡിഫറെന്റ് നെയിം ആണ് അതുകൊണ്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ ടെസ്റ്റ് ആണ്. അതായത് സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം സാലിസിലേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ടെസ്റ്റിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഓഫ് ആൽക്കഹോൾ എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ആൽക്കഹോളിൽ നമ്മൾ ഒരു പ്രോസസ് ഇല്ലേ, അതിന് ആൽക്കഹോളിന് സ്റ്റാർച്ചിനെ മാൾട്ടോസും മാൾട്ടോസിനെ ഈഥൈൽ ആൽക്കഹോളും ആക്കി മാറ്റുന്നത്. എന്താണ് രണ്ട് പ്രോസസ്സിന്റെ പേര്? പ്രിൻസിപ്പൽ ആയിട്ടുള്ള രണ്ട് സ്റ്റെപ്സ് ആണ്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നതും മാൾട്ടോസിനെ ഈഥൈൽ ആൽക്കഹോൾ ആക്കി മാറ്റുന്നതും. അതെ, സെക്കാരിഫിക്കേഷൻ ആൻഡ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ ആണ് രണ്ട് പ്രിൻസിപ്പൽ സ്റ്റെപ്സ് ഉള്ളത് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ്. അബ്സല്യൂട്ട് ആൽക്കഹോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ ഓഫ് മിൽക്കിൽ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാഫ് പ്രോസസ്സിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇതിന്റെ ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി പറ്റുമെങ്കിലും ഒന്ന് ആലോചിച്ച് വെക്കണേ. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്ന് അറിയാവോ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ? 0.789. 792 ആണ്. ഞാൻ ടെക്സ്റ്റ് നോക്കിയതാണ്, ലേറ്റസ്റ്റ് അല്ല, ഒരു 3-4 കൊല്ലം പഴക്കമുള്ള ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് ബുക്ക് എൻ്റെ ഉള്ളത്. എന്തെങ്കിലും ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ ആരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. സ്പെസിഫിക് ഗ്രാവിറ്റി 0.792 ആണ്. ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയാവോ? ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടാം. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഫ്രഷ് ക്യുക്ക് ലൈമാണ് ആഡ് ചെയ്യുന്നത്. കുറെ പ്രോസസ് ഉണ്ട്, ഡിസ്റ്റിലേഷൻ, പിന്നെ മെറ്റാലിക് കാൽസ്യം മാഗ്നീഷ്യം ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടൊക്കെ പ്രോസസ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് റെക്ടിഫൈഡ് സ്പിരിറ്റിന്റെ കൂടെ ഫ്രഷ് ക്യുക്ക് ലൈം ആഡ് ചെയ്തിട്ടാണ് അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ ഒരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ. പക്ഷെ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബെൻസീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആലോചിച്ച് വെക്കുക. ലാർജ് സ്കെയിലിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബെൻസീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് ആൽക്കഹോൾ അറൌണ്ട് 99, ഇത് ആക്ച്വലി തിയററ്റിക്കലി ഫുള്ളി ആൽക്കഹോൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി അല്ല, 99% മാത്രമേ ഇതിൽ ആൽക്കഹോൾ ഉള്ളൂ. ഓക്കെ, ഹോമിയോപ്പതിക് ആൽക്കഹോളിന്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് അറിയാവോ? ഹോമിയോപ്പതിക് ആൽക്കഹോളിന് ഫാർമസി ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ട്രെങ്ത് പറഞ്ഞിട്ടുണ്ട്. 91%. അല്ല, 87%. അല്ല, ഒരു ഡോക്ടർ ആൻസർ ചെയ്തു. 87% സ്ട്രെങ്ത് ആണ് ഹോമിയോപ്പതിക് ആൽക്കഹോളിന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഹോമിയോപ്പതിക് ആൽക്കഹോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് അത്. അടുത്ത സ്ട്രോങ് ആൽക്കഹോൾ ആണ്. അബ്സല്യൂട്ട് ആൽക്കഹോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്ട്രോങ് ആൽക്കഹോൾ ആണ്. സ്ട്രോങ് ആൽക്കഹോളിന് വേറൊരു പേരുണ്ട്, എന്താണെന്നറിയാവോ? Alcohol. ഫോർട്ടിസ്. അതെ, ആൽക്കഹോൾ ഫോർട്ടിസ് ആണ്. ഇത് 95% ആണ് സ്ട്രോങ് ആൽക്കഹോൾ വരുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി 0.816 ആണ്. ഓക്കെ, അതിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയഡോഫോം ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസസ് മെയിൻലി ന്യൂ മെത്തേഡിലൊക്കെ മദർ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സ്ട്രോങ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കാനും ഡൈല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കാനും ഡിസ്പെൻസിങ് ആൽക്കഹോൾ ഉണ്ടാക്കാനൊക്കെ സ്ട്രോങ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആലോചിച്ച് വെക്കാം. ഇതിന്റെ മെയിൻ ആയിട്ട് സ്ട്രോങ് ആൽക്കഹോളിൽ വരുന്നത്. പിന്നെ എത്ര പെർസെന്റേജ് ആണുള്ളത്? ഓക്കെ, 95 ആണ്. നെക്സ്റ്റ് ഡൈല്യൂട്ട് ആൽക്കഹോൾ ആണ്. ഡൈല്യൂട്ട് ആൽക്കഹോൾ പേര് പറയുന്ന പോലെ തന്നെ അത് എത്ര പെർസെന്റേജ് ആയിരിക്കും? ഡൈല്യൂട്ട് ആൽക്കഹോൾ പെർസെന്റേജ് ഓഫ് ആൽക്കഹോൾ അതിലുള്ളത്. 60 അടുത്തെത്തി. 66 ആണ്. 66% ആണ് ഡൈല്യൂട്ട് ആൽക്കഹോൾ വരുന്നത്. 66 ആണ് ഡോക്ടേഴ്സ്. അത്
ഇത് ഡിസ്മൽ പൊട്ടൻസീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈല്യൂട്ട് ആൽക്കഹോൾ ഉപയോഗിക്കാം. പിന്നെ ക്ലൻസിങ് ദ യൂട്ടൻസിൽസിനും ഡൈല്യൂട്ട് ആൽക്കഹോൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അടുത്തത് ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആണ്. ഡിസ്പെൻസിങ് ആൽക്കഹോളിന് വേറെ പേരെന്താണ്? ഒഫീഷ്യൽ ആൽക്കഹോൾ. ഒഫീഷ്യൽ ആൽക്കഹോൾ ആണ്. ഇതിന്റെ എത്ര പെർസെന്റേജ് പറയുന്നത്? ഇതിൽ ആൽക്കഹോൾ എത്രയുണ്ടെന്ന് പറയുന്നത്? 91.4. ഡിസ്പെൻസിങ് ആൽക്കഹോൾ 91 അല്ല ഡോക്ടറെ, 88% ആണ്. അത് വോളിയം ബൈ വോളിയം ആണെങ്കിൽ, വെയിറ്റ് എടുക്കുകയാണെങ്കിൽ 83 ആണ്. 88 ആലോചിച്ചാൽ മതിയാവും. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.840 ആണ്. ഡൈല്യൂട്ട് ആൽക്കഹോളിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.91392 to 0.9169 ആണ്. ഓക്കെ, അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡൈല്യൂഷൻ വരുന്നതിനനുസരിച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഏകദേശം കൂടുന്നുണ്ട്. കറക്റ്റ് അല്ലെങ്കിലും അപ്രോക്സിമേറ്റ് ആയിട്ട്. നെക്സ്റ്റ് വരുന്നത് പ്രൂഫ് സ്പിരിറ്റ് ആണ്. പ്രൂഫ് സ്പിരിറ്റിൽ നമ്മൾ ഒരു എന്താ പറയാ, ഒരു പെർസെന്റേജ് പറയുന്നുണ്ട്. ഇത്ര വെയിറ്റ് ഓഫ് ഈക്വൽ മെഷർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്നുള്ളത്. അത് എത്രയാണ്? അതായത് ഇറ്റ്സ് ലീഗലി ഡിഫൈൻഡ് ആസ് ദ ഒരു സ്പിരിറ്റ് ആണ്. 51 ടെമ്പറേച്ചറിൽ, അതെ 12/13. അതിന്റെ വേ എപ്പോഴും എക്സാക്ട്ലി 12/13 ഓഫ് വെയിറ്റ് ഓഫ് ഈക്വൽ മെഷർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാട്ടോ പറയുന്നത്. പിന്നെ പ്യൂരിഫൈഡ് വാട്ടറിന് പ്രൂഫ് സ്പിരിറ്റിന് അണ്ടർ പ്രൂഫ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ആണ് പ്രൂഫ് സ്പിരിറ്റ്. ബിലോ ആണെങ്കിൽ അണ്ടർ പ്രൂഫും, എബോ ആണെങ്കിൽ ഓവർ പ്രൂഫും ആണ് പറയുന്നത്. സ്പീഡ് ഉണ്ട് പറയണേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രെസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് വായിച്ചു വിടുകയാണ്. നെക്സ്റ്റ് വരുന്നത് ഗ്ലിസറിൻ ആണ്. നമ്മൾ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ എന്ത് ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ആണ്? മോണോഹൈഡ്രിക് ആണോ, ഡൈഹൈഡ്രിക് ആണോ, ട്രൈഹൈഡ്രിക് ആണോ? മോണോഹൈഡ്രിക്. ഗ്ലിസറിൻ എന്ത് ടൈപ്പ്? അതെ ഡോക്ടർ സർ, മോണോഹൈഡ്രിക് ആണ്. ഗ്ലിസറിൻ എന്ത് ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ആയിട്ടാണ് പറയുന്നത്? ട്രൈ. ഓക്കെ, ഗ്ലിസറിൻ ആലോചിച്ചാൽ മതി കേട്ടോ. ഗ്ലിസറിനിൽ 6 ഉണ്ട്. ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ ആണ് ഗ്ലിസറിൻ വരുന്നത്. മെയിൻ ആയിട്ട് ഗ്ലിസറിൻ ആനിമൽ ആൻഡ് വെജിറ്റബിൾ സബ്സ്റ്റൻസസിൽ ഓയിൽ ആയിട്ടോ ഫാറ്റ് ആയിട്ടോ ഉണ്ടാവും. പിന്നെ നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിലും കോഡ് ലിവർ ഓയിലും ഒലീവ് ഓയിലും ഒക്കെ ഉണ്ട്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഷുഗറും പ്രൊപ്പലീനും ആണ് പറയുന്നത്. പ്രൊപ്പലീൻ പറയുന്നത് സിന്തറ്റിക് പ്രോസസ്സിൽ ലാർജ് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതായത് ഗ്ലിസറിൻ ജസ്റ്റ് കാണുന്നത് ആനിമൽ വെജിറ്റബിൾ ഓയിൽസിലൊക്കെ ഉണ്ട് എന്ന് മാത്രം പറയുന്നത്. സോഴ്സ് ഷുഗർ, ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ പ്രിപ്പറേഷൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സിന്തറ്റിക് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രൊപ്പലീൻ ആണ് ആൻസർ. പ്രൊപ്പലീൻ എന്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണെന്ന് അറിയാവോ? പെട്രോളിയം. അതെ, പെട്രോളിയം ബൈ പ്രൊഡക്റ്റ് ആണ് പ്രൊപ്പലീൻ പറയുന്നത്. പിന്നെ ഇതിൽ 2 പ്യൂരിറ്റി ടെസ്റ്റ് പറയുന്നുണ്ട്. എക്രോലിൻ ടെസ്റ്റും ഡെൻസ്റ്റാൻസ് ടെസ്റ്റും. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയതാണ്. എക്രോലിൻ ടെസ്റ്റും ഡെൻസ്റ്റാൻസ് ടെസ്റ്റ് എന്നിട്ട് 2 ടെസ്റ്റുകളാണ് ഗ്ലിസറിനിൽ വരുന്നത്. മെയിൻ ആയിട്ട് നിങ്ങളത് ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ ആണ്. അതിന്റെ സോഴ്സസ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഗ്ലിസറിൻ എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യാം? ആന്റിസെപ്റ്റിക്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാൻ പറ്റും. അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അടുത്തത് സിമ്പിൾ സിറപ്പ് ആണ്. സിമ്പിൾ സിറപ്പ് സുക്രോസും പ്യൂരിഫൈഡ് വാട്ടറും ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് സിമ്പിൾ സിറപ്പ്. വെഹിക്കിൾ ആയിട്ട് ടിങ്ചേഴ്സിലൊക്കെ സ്വീറ്റ്നെസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സിമ്പിൾ സിറപ്പ്. ഞാൻ വായിച്ചു വിടുവാണേ, ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാം. ഒലീവ് ഓയിൽ എന്ത് ടൈപ്പ് ഓഫ് ഓയിൽ ആണ്? ഫിക്സഡ് ഓയിൽ. ഓക്കെ, ഫിക്സഡ് ഓയിൽ. വേറെ കുറച്ച് ഓയിൽസ്, ഫാറ്റി ഓയിൽസ് ഉണ്ട് അല്ലേ? അതെത്തുമ്പോൾ ഞാൻ പറയാം. ഒലീവ് ഓയിൽ ഫിക്സഡ് ഓയിൽ ആണ്. ആൽമണ്ട് ഓയിൽ ഫിക്സഡ് ഓയിൽ ആണ്.
സീസെയിം ഓയിൽ, ഫിക്സഡ് ഓയിൽ ആണ്. മൂന്നെണ്ണാണ് മെയിൻ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുള്ളത്. ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ ആൻഡ് സീസെയിം ഓയിൽ ഒക്കെ ഫിക്സഡ് ഓയിൽ കാറ്റഗറിയിലാണ് വരുന്നത്. ഒലിവ് ഓയിൽ നമ്മൾ മെയിൻ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. എന്തിന്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് പ്രിപ്പറേഷനിലാണ് യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിൽ? Liniment. ലിനിമെന്റ്. ആക്ച്വലി ഒലിവ് ഓയിൽ മാത്രമല്ല കേട്ടോ, അതർ ഓയിൽസും ഉണ്ട്. ആൽമണ്ട് ഓയിൽ ലിനിമെന്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൽമണ്ട് ഓയിൽ അത് ഏത്, ഐ മീൻ അതിന്റെ പ്ലാന്റിന്റെ പേരെന്താണ്? ഒലിവ് ഓയിൽ ഞാൻ ചോദിക്കുന്നില്ല, ഒലിയ യൂറോപ്പിയാണ്, അതിന്റെ പേര് തന്നെയുണ്ട്. ആൽമണ്ട് ഓയിലിന്റെ പ്ലാന്റിന്റെ പേരെന്താണ്? Prunus amygdalus. പ്രൂനസ് അമിഗ്ഡാലസ് ആണ് ആൽമണ്ട് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റിന്റെ പേര്. പിന്നെ ഇതിന്റെ ഇമ്പ്യൂരിറ്റീസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. സീസെയിം ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ, പീച്ച് ഓയിൽ ഒക്കെ അതിന്റെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് കാണാം. മെയിൻ ആയിട്ട് ഇതിന്റെ ലിനിമെന്റ് പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നെന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ അതിന്റെ പ്ലാന്റ് പേരും, അത് ഓയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് പേരും. ആൽമണ്ട് ഓയിലിനാണ് കുറച്ചൊരു ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുള്ളത്. വേറെയുണ്ട്. സീസെയിം ഓയിൽ അതൊരു ടൈപ്പ് ഓഫ് ഫിക്സഡ് ഓയിലാണ്. ലിനിമെന്റ് പ്രിപ്പറേഷന് സീസെയിം ഓയിലും ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സീസെയിം ഓയിൽ എഡിബിൾ ആണ്. പിന്നെ ഹൈഡ്രോകാർപ്പസ് ആണ്, അത് ഹൈഡ്രോകാർപ്പസ് ഒരു കണ്ടീഷന്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് കണ്ടീഷനാണെന്ന് അറിയാമോ? Leprosy. ലെപ്രസി. ഓക്കെ, ഹൈഡ്രോകാർപ്പസ് ഓയിൽ ലെപ്രസിന്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോകാർപ്പസ്. ഓക്കെ, അടുത്തത് സാൻഡൽവുഡ് ഓയിൽ. നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും പിന്നെ കോസ്മെറ്റിക് പർപ്പസിനും പെർഫ്യൂംസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കോൾമോർഗ ഓയിലും സെയിം തിങ് ലെപ്രസിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ ഉള്ളൂ മെയിൻ ആയിട്ട് ഇതില് പോയിന്റ്സ്. പിന്നെ വിട്ടുപോയത് ഹൈഡ്രോകാർപ്പസും കോൾമോർഗ ഓയിലൊക്കെ ഫാറ്റി ഓയിലിന്റെ കാറ്റഗറിയാണ്. നിങ്ങൾ മെയിൻ ആയിട്ട് ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും സീസെയിം ഓയിലും ഫിക്സഡ് ഓയിൽ എന്ന് ആലോചിക്കുക. ഈ ഫിക്സഡ് ഓയിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ലിനിമെന്റ് പ്രിപ്പറേഷന് വരുന്നത്. ഏതോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഒലിവ് ഓയിലിന് പകരം ലിനിമെന്റിൽ ഏത് ഓയിൽ യൂസ് ചെയ്യാന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട്. അതിൽ ആൽമണ്ട് ഓയിലാണ് ആൻസർ കണ്ടത്. സീസെയിം ഓയിലും വരും കേട്ടോ. നെക്സ്റ്റ് ഉള്ളത് ലാവൻഡർ ഓയിലാണ്. ലാവൻഡർ ഓയിലും നമുക്ക് അൾസേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ റോസ്മേരി ഓയിലാണ്, അത് ലിനിമെന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, റോസ്മേരി ഓയിലും. പിന്നെ ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വോളറ്റൈൽ ഓയിൽസ് ആണ് ഈ ലാവൻഡർ ഓയിലും റോസ്മേരി ഓയിലും സാൻഡൽവുഡ് ഓയിലും. മൂന്ന് ടൈപ്പ് ഓഫ് ഫിക്സഡും ഫാറ്റിയും വോളറ്റൈൽ ഓയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ സോളിഡ് വെഹിക്കിൾസ്. അടുത്തത് ലിക്വിഡ് വെഹിക്കിൾസിലേക്ക് കടക്കട്ടെ. സ്പീഡ് ആക്കുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. അഥവാ സ്പീഡാന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നിർത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോയിൽ പറയും. അടുത്ത സെമി സോളിഡ് വെഹിക്കിൾസ് ആണ്. സെമി സോളിഡ് വെഹിക്കിൾസിൽ ഏതൊക്കെയാ വരുന്നത്? സ്റ്റാർച്ച് ഓയിലാണ് വരുന്നത്. Semi-solid. ഓക്കെ, സെമി സോളിഡ്. ഇതില് വാസ്ലിൻ ആണ്. വാസ്ലിന്റെ സോഴ്സ് ഏതാണ് മെയിൻ ആയിട്ട്? Petroleum jelly. ക്രൂഡ് പെട്രോളിൽ നിന്നാണ് മെയിൻ ആയിട്ട് വാസ്ലിൻ ഉണ്ടാക്കുന്നത്. വാസ്ലിൻ സോഫ്റ്റ് പാരഫിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി എന്നൊക്കെ പറയും. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. വൈറ്റ് സോഫ്റ്റ് പാരഫിനും ഉണ്ട്, യെല്ലോ സോഫ്റ്റ് പാരഫിനും ഉണ്ട്. നമ്മൾ വാസ്ലിൻ എന്തൊക്കെ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനിൽ അത് ഉപയോഗിക്കുന്നുണ്ട്? എന്തിന്റെ പ്രിപ്പറേഷനിലാണ്? ഓയിൻമെന്റ് പ്രിപ്പറേഷനിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലൂബ്രിക്കന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഓയിൽമെന്റ് പ്രിപ്പറേഷനിലാണ് വാസ്ലിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വാക്സസ് ആണ്. വാക്സസിൽ ഒരു 3 വെറൈറ്റി ഉണ്ട്. ഏതൊക്കെയാണ് വാക്സസ്? ബി Yellow വാക്സ് അല്ല, white. ബി വാക്സ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ ആൻസർ വേണ്ട, വേറെ 2 ഉണ്ട്. ഓഡിയോ പറയുന്ന ഡോക്ടറുടെ ഓഡിയോ ക്ലിയർ ഇല്ല. Spermaceti. വാക്സസിൽ 3 കാറ്റഗറി പറയുന്നുണ്ട്. ഓക്കെ, സ്പെമസെറ്റി, ലെനോലി ആൻഡ് ബി വാക്സസ്. ഇത് 3 വരുന്നത് വാക്സസിന്റെ അണ്ടറിലാണ് കേട്ടോ.
ഓക്കെ, ബി വാക്സിന്റെ വെറൈറ്റിയിലാണ് ഡോക്ടർ യെല്ലോവും വൈറ്റും വരുന്നത്. ഓക്കെ, ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ്. വാക്സിസ് 3 ടൈപ്പാണ്, ബി വാക്സിസ്, ലെനോലിൻ ആൻഡ് സ്പെർമസിറ്റ്. ഈ ലെനോലിനിൽ വരുന്നതാണ്, സോറി, ബി വാക്സിസിൽ വരുന്നതാണ് യെല്ലോവും വൈറ്റും. ബി വാക്സിസ് സ്റ്റിഫനിങ് ഏജന്റ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന പറയുന്നുണ്ട്. സീറേറ്റ്സിലും ഓയിൻമെന്റ്സിലൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ലെനോലിൻ ആണ്. ലെനോലിന്റെ സോഴ്സ് എന്താണ്? wool of sheep. Oh, ഓക്കെ, വൂൾ, അതിന്റെ ഫാറ്റ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. വൂൾ ഓഫ് ഷീപ്പും അല്ലെങ്കിൽ ഓവിസ് ഏരിസിന്റെ ആണ്. ഓക്കെ, ലെനോലിനും സെയിം തിങ് ഓയിൻമെന്റ് പ്രിപ്പറേഷൻ ആണ് ഉപയോഗിക്കുന്നത്. സ്പെർമാസിറ്റിയോ, അതിന്റെ സോഴ്സ് എന്താണ് പറയുന്നത്? head and blubber of the sperm whale. അതെ, സ്പേം വെയിലിന്റെ ആണ്. അതിന്റെ ഹെഡ് ഓഫ് ദ സ്പേം വെയിൽ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിന്റെ യൂസസ് സീറേറ്റ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓയിൻമെന്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത് പ്രിപ്പയർഡ് ലാഡ്. പ്രിപ്പയർഡ് ലാഡ് സോഴ്സ് എന്താണ്? ഫാറ്റ് ഓഫ് അബ്ഡമൻ ഓഫ് Hog. ഓക്കെ, ഫാറ്റ് ഓഫ് അബ്ഡമൻ ഓഫ് ഹോഗ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓയിൻമെന്റ് ആണ് പ്രിപ്പയർഡ് ലാഡ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഐസിൻ ഗ്ലാസ് എവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത്? സോഴ്സ് എന്താണ്? Air bladder of fishes. എയർ ബ്ലാഡർ ഓഫ് ഫിഷസ് ആണ്. 3 ഫിഷസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റില്, സ്റ്റെർഗിയോൺ, ക്രാബ്സ് ആൻഡ് കാറ്റ് ഫിഷസ് എന്ന് പറഞ്ഞിട്ട്. ഐസിൻ ഗ്ലാസ് മെയിൻ ആയിട്ട് പ്ലാസ്റ്റേഴ്സിലാണ്, കലൻഡുല ആൻഡ് ആർണിക്ക പ്ലാസ്റ്റേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സോപ്പാണ്. സോപ്പ് 2 ടൈപ്പ് സോപ്പ് ഉണ്ട്. ഈ ആനിമൽ സോഴ്സിൽ വരുന്ന സോപ്പിന്റെ പേരെന്താ? Curd soap. അതെ, കേർഡ് സോപ്പാണ് ആനിമൽ സോഴ്സിൽ വരുന്ന സോപ്പിന്റെ പേര്. വെജിറ്റബിൾ സോസ് എന്ന് പറയുമ്പോൾ ഹാർഡ് സോപ്പും സോഫ്റ്റ് സോപ്പും ആണ്. മെയിൻ ആയിട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ഉപയോഗിച്ചിട്ടാണ് സോപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ കൂടെ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ആഡ് ചെയ്യും. ജസ്റ്റ് ഇത് ഇൻക്ലൂഡഡ് ആണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോപ്പ് മെയിൻ ആയിട്ട് നമുക്ക് സോപ്പ് ലിനമെന്റ് ആണ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കേർഡ് സോപ്പ് എന്ന് പറയുമ്പോൾ ആനിമൽ ഫാറ്റ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ആനിമൽ സോഴ്സ് വരുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മെയിൻ ആയിട്ട് കേർഡ് സോപ്പ് ഉപയോഗിക്കുന്നത് ഓപ്പിയോഡെൽക്കോസിലാണ്. അടുത്ത സ്റ്റാർച്ച്. ഓക്കെ, സ്റ്റാർച്ചിന്റെ സോഴ്സസ് ഏതൊക്കെയാ? Grains of maize, wheat. മെയ്സ് ഉണ്ട്, വീറ്റ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, പാഡി ഉണ്ട്. ഓക്കെ, ഇത്രയും സോഴ്സുകളിൽ നിന്ന് സ്റ്റാർച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് സ്റ്റാർച്ച് ഉപയോഗിക്കുന്നത് ഏതിലാണ്? ഏതോ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലാണ് സ്റ്റാർച്ച് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ പേര് തന്നെ സ്റ്റാർച്ച് ഉണ്ട് കേട്ടോ. ഗ്ലിസറോൾ ഓഫ് സ്റ്റാർച്ച് എന്നാണ് അതിന്റെ പേര്. ലാസ്റ്റ് പറയുന്ന എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആണ് ഡോർമ ടെക്സ്റ്റില്. ഇത്രയാണ് വെഹിക്കിൾസ്. സ്പീഡായി പോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വെഹിക്കിൾസ്. ഡ്രഗ്, മെഡിസിൻ, റെമഡി. ഈ ഡ്രഗ്, മെഡിസിൻ, റെമഡി, ഡ്രഗ് എന്ന് പറഞ്ഞ എന്താണ്? ഒറ്റ സെന്റൻസ് പറഞ്ഞാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ഒന്നും എനിക്ക് വേണ്ട. ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവങ്ങളാണ് Medicinal ഡ്രഗ്സിൽ value. മെയിൻ ആയിട്ട് വരുന്നത്. മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിസിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോമിയോപ്പത്തിക് പ്രിൻസിപ്പിൾ പ്രകാരം പൊട്ടൻറ്റൈസേഷൻ ചെയ്തിട്ടുള്ളതാണ് മെഡിസിൻസ്. ഓക്കെ, റെമഡി എന്ന് പറഞ്ഞാൽ എന്താണ്? റെമഡിക്ക് നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. ക്യൂറിംഗ് പവർ ഉള്ളത്. Prescribed റെമഡി എന്ന് പറഞ്ഞാൽ മെഡിസിൻ പ്രിസ്ക്രൈബ്ഡ്
upon the prescription of a physician. പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് മാറണം, അങ്ങനത്തെയുള്ള മെഡിസിൻസിനാണ് റെമഡി എന്ന് പറയുക. മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്, മറ്റേ കൊടുത്തതിന് ശേഷമുള്ള അവസ്ഥ. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അടുത്ത എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ആണ് ലിനിമെന്റ്സ്. സോറി, ലിനിമെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓയിലൊക്കെയാ ഉപയോഗിക്കുന്നത്? ജസ്റ്റ് പറഞ്ഞോളൂ അത്. ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഫിക്സഡ്. മെയിൻലി നമ്മളെ ഫിക്സഡ് ഓയിൽസ് ആണ് അതിൽ വരുന്നത്. ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലാണ് മെയിൻ ആയിട്ട്. സീസൈം ഓയിലും പറയുന്നുണ്ട്, വേറെ ലാസ്റ്റ് പറഞ്ഞ ഏതോ ഒരു ഓയിലും കൂടി പറയുന്നുണ്ട്, എന്നോട് വിട്ടുപോയത്. ഓക്കെ, ലിനിമെന്റ്സ് മെയിൻ ആയിട്ട് ഒലിവ് ഓയിൽ ഓർ ടിഞ്ചർ ഓഫ് സോപ്പും കൂടി പറയുന്നുണ്ട് കേട്ടോ, അക്കോർഡിംഗ് ടു HPI. ഇത്രയാണ് ലിനിമെന്റ്സിൽ വരുന്നത്. HPI ആണ് ഇതിന് ടിഞ്ചർ ഓഫ് സോപ്പ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് ഒലിവ് ഓയിൽ മാത്രമാണ് കേട്ടോ വരുന്നത്. അടുത്ത ലോഷൻസ് ആണ്. റോസ്മേരി ഓയിൽ ലിനിമെന്റിൽ വരുന്നത് അല്ലേ? താങ്ക് യു ഡോക്ടറെ. ലോഷൻസ് ലിക്വിഡ് സസ്പെൻഷൻസ് ആണ് ലോഷൻസ്. അത് ബ്രൂയിഷ്ഡ്, എന്താ പറയാ, ബ്രൂയിഷ്ഡ് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയാസിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ലോഷൻസ് പ്രിപ്പയർ ചെയ്യുക. ലോഷൻസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ വാട്ടറോ അല്ലെങ്കിൽ ഗ്ലിസറോളോ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി അതിനെ പറ്റിയിട്ട്, ലോഷനെ പറ്റിയിട്ട്. ലിക്വിഡ് സസ്പെൻഷൻ ആണെന്നുള്ള വേർഡ് ആലോചിച്ച് വെക്കാം കേട്ടോ, ലോഷൻ റിലേറ്റഡ് ആയിട്ട്. അടുത്ത ഗ്ലിസറോൾസ് ആണ്. ഗ്ലിസറോൾസ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഗ്ലിസറിൻ ആണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മദർ ടിഞ്ചർ ഗ്ലിസറിനിലാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലിസറിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തിലുണ്ടാവും? ഗ്ലിസറോൾസിൽ ഉണ്ടാവും. ആന്റി ഫംഗൽ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി പ്രൂറൈറ്റിക് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർച്ച് യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്ലിസറോൾ ഓഫ് സ്റ്റാർച്ച് ആണ്. അതിൽ 1 പാർട്ട് ഓഫ് സ്റ്റാർച്ചും 8 പാർട്ട് ഓഫ് ഗ്ലിസറിനും ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലിസറോൾ ഓഫ് സ്റ്റാർച്ച്. അടുത്ത് ഓയിൻമെന്റ്സ് ആണ്. ഓയിൻമെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാസലിനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓയിൻമെന്റ്സ് ഒരു സെമി സോളിഡ് എന്നാ പറയുന്നത്. അതായത് നമ്മളെ ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം, എന്താ പറയാ, ഒരു ഒഴുകി പോവാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം. അതാണ് സെമി സോളിഡ്സ് ഓയിൻമെന്റ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓയിൻമെന്റ്സിന് വേറൊരു പേരുണ്ട്, എന്താണെന്നറിയാവോ? തെറാപ്യൂട്ടിക് ക്രീം. തെറാപ്യൂട്ടിക് ക്രീം എന്ന് പറയും. ഇപ്പൊ ഓയിൻമെന്റ്സ് മോഡേൺ മെത്തേഡിൽ 2 മെത്തേഡ് പ്രകാരമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാ മെത്തേഡ്സിന്റെ പേരറിയാവോ? 2 മെത്തേഡ്സ് ഉണ്ട് ഓയിൻമെന്റ് ഉപയോഗിക്കാൻ, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. Fusion method. Mechanical incorporation or trituration. അതെ, മെക്കാനിക്കൽ ഇൻകോർപ്പറേഷൻ ഓർ ട്രൈറ്റുറേഷൻ മെത്തേഡ്. അത് മെയിൻ ആയിട്ട് പൗഡർഡ് ഫോം ഓഫ് മെഡിസിൻസ് ആണെങ്കിലാണ് ആ മെത്തേഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു മെത്തേഡ് ഫ്യൂഷൻ മെത്തേഡ് ആണ്. അടുത്ത സീറേറ്റ്സ് ആണ്. സീറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഓയിലി, അതായത് വാക്സ് മെയിൻ ആയിട്ട് അതിൽ സ്പെർമാസെറ്റി, വൈറ്റ് വാക്സ്, ആൽമണ്ട് ഓയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വാസലിനോ പാരഫിനോ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ പ്രിപ്പറേഷൻ. മെയിൻ ആയിട്ട് സീറേറ്റ്സിൽ സ്പെർമാസെറ്റിയും വാക്സസ് ഉണ്ട് എന്ന് ആലോചിക്കാം. ഓയിലും ആൽമണ്ട് ഓയിലും ഉപയോഗിക്കുന്നുണ്ട്. ഇത് മൂന്നും, ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മൂന്നും വെച്ചിട്ടാണ് അതിന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഒരു ഓയിലി ടൈപ്പ് ആയിരിക്കും സീറേറ്റ്സിന്റെ കൺസിസ്റ്റൻസി പറയുന്നത്. ഓക്കെ, ഇത് ബേൺസ്, സ്കാൽഡ്, ബോയിൽസ്, കാർബങ്കിൾസ് അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസിൽ ഉപയോഗിക്കാൻ പറ്റും. കൃത്യമായിട്ട് 3 പാർട്ട് 5 പാർട്ട് അങ്ങനെ ഓർത്ത് വെക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതിന്റെ കണ്ടന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. സ്പെർമാസെറ്റി ഉണ്ട്, വാക്സ് ഉണ്ട്, ഓയിലും ഉണ്ട്, അല്ലെങ്കിൽ വാസലിനോ പാരഫിനോ ഇതിൽ ഉപയോഗിക്കാം. അടുത്ത പൗൾട്ടിക്സ് ആണ്. പൗൾട്ടിക്സ് എന്ന് പറയുമ്പോൾ സെമി സോളിഡ് ആണ്. നേരത്തെ ഞാനൊരു സെമി സോളിഡ് പറഞ്ഞു, ഏതാണ്? സെമി സോളിഡിന് പോലെയുള്ള പ്രിപ്പറേഷൻ ഞാൻ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓയിൻമെന്റ്സ് ആണ്. ഓയിൻമെന്റ്സും സെമി സോളിഡ് പോലെയാണ്. ഒപ്പിയോഡെൽഡോക്സ് ഉണ്ട് ഡോക്ടർ, അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നല്ലോ. പോളിറ്റിക്സിന്റെ വേറൊരു പേരെന്താ? സ്ലൈഡിൽ ഉണ്ട് ഓൾറെഡി.
പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കാറ്റാപ്ലാസ് എന്നാണ് അതിന്റെ വേറൊരു പേര്. അത് സോഫ്റ്റ് ആയിരിക്കും, സെമി സോളിഡ് ആണ്. പിന്നെ ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനൊക്കെ അതിന്റെ പുറത്ത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എഴുതണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. ലോഷന്റെ കേസിലാണെങ്കിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് എഴുതണം. അത് ഒരു റൂളാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ. പോളിറ്റിക്സ് ഓർ കാറ്റാപ്ലാസത്തില് മെഡിസിൻസ് ഉണ്ടോ ഇല്ലയോ? നമ്മൾ മെഡിസിനൽ സബ്സ്റ്റൻസസ് ആഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? വേറെ ആൻസർ ഉണ്ടോ? പോളിറ്റിക്സിലും കാറ്റാപ്ലാസത്തിലും നമ്മൾ മെഡിസിനൽ കണ്ടന്റ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത് മെയിൻ ആയിട്ട് അതിന്റെ ഹൈഗ്രോസ്കോപ്പിക്കൽ അബ്സോർപ്റ്റീവ് പവർ കൊണ്ട് ഇൻഫെക്റ്റീവ് മെറ്റീരിയലിനെ വലിച്ചെടുക്കുന്ന പറയുന്നത്. അതായത് ന്യൂമോണിയ ചെസ്റ്റിലൊക്കെയാണ് അവരത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്യൂട്ട് റൊമാറ്റിസം, ലംബാഗോ ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ നമുക്ക് പോളിറ്റിക്സ് അപ്ലൈ ചെയ്യാം. അപ്പൊ വേദന കുറയും. അത് അപ്ലൈ ചെയ്ത് അതൊന്ന് കൂളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീണ്ടും അത് ചേഞ്ച് ചെയ്യണം കേട്ടോ പറയുന്നത്. അതാണ് പോളിറ്റിക്സും കാറ്റാപ്ലാസും. അത് സെമി സോളിഡ് ആണ്. അതിന്റെ കൺസിസ്റ്റൻസിന്ന് ആലോചിച്ച് നോക്കുക. മെഡിസിൻ ഉണ്ട് കേട്ടോ പോളിറ്റിക്സിൽ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അടുത്ത ഫെർമെന്റേഷൻ ആണ്. അതിൽ മെഡിസിൻ ഉണ്ടോ ഫെർമെന്റേഷനിൽ? No. ഫെർമെന്റേഷനിലാണ് മെഡിസിൻ ഇല്ലാത്തത്. ഓക്കെ, ഫെർമെന്റേഷൻ രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ട്. നിങ്ങൾക്ക് അറിയുന്ന നമ്മൾ ഹോട്ട് ബാഗും കോൾഡ് ബാഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ അതിൽ വരുന്നതാണ്. ഹോട്ട് ആൻഡ് കോൾഡ് ആണ് മെയിൻ ആയിട്ട്. ഈ ഹോട്ട് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഡ്രൈ ആയിട്ടും വെറ്റ് ആയിട്ടും. വെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എയർ ബാഗിലൊക്കെ നിറച്ചിട്ട് വെള്ളം അല്ലെങ്കിൽ സാൻഡ് അല്ലെങ്കിൽ സോൾട്ട് അതൊക്കെ ഉപയോഗിക്കാം ഡ്രൈയില്. ഹോട്ടിൽ വരുന്നത് അത്രയുള്ളതിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല അതിന്. നെക്സ്റ്റ് പ്ലാസ്റ്റേഴ്സ് ആണ്. പ്ലാസ്റ്റേഴ്സ് നമ്മൾ ഐസിൻ ഗ്ലാസ് പ്ലാസ്റ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓർത്ത് വെക്കുക. ഓക്കെ, ഐസിൻ ഗ്ലാസ് പ്ലാസ്റ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിക്കി സോളിഡ് കോമ്പൗണ്ട്സ് ആണ് പ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്റ്റേഴ്സിൽ എന്തുണ്ട്? മെഡിസിൻ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓയിൽസ് ആണ്. ഓയിൽസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളെ എക്സ്റ്റേണൽ വെഹിക്കിൾസിൽ പറഞ്ഞ ഓയിൽസ് അല്ല, ഇതിന്റെ കൂടെ എന്താ പറയാ മെഡിസിനൽ കണ്ടന്റും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഓയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതില് ഈ മുള്ളൻ ഓയിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ, അത് ഏതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്? Verbal. അതെ, വെർബാസ്ക് ആണ്. അതിൽ നമ്മൾ എന്തെങ്കിലും ഓയിൽ ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ, വെർബാസ്ക് മാത്രമാണോ അതിലുള്ളത്? Glycerin add ചെയ്യും. അതെ, ഗ്ലിസറിൻ ആഡ് ചെയ്യും. അല്ലാണ്ട് വേറെ ഒരു എക്സ്ട്രാ ഓയിൽ അതിലില്ല. ആ വെർബാസ്ക് എന്നുള്ള പ്ലാന്റ് ചെടിയിലുള്ള ഓയിൽ കണ്ടിട്ട് മാത്രമേ അതിൽ വരുന്നുള്ളൂ കേട്ടോ. ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ Methane. അത് ഇംപ്യൂരിറ്റി റിലേറ്റഡ് ആണ്. ഇത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഓയിലാണ്, മറ്റേത് ടെസ്റ്റ് ആണ്. അത് ഗൗൾത്തേറി ആണ് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പേര് സ്പെഷ്യൽ ആയിട്ട് കണ്ടുകൊണ്ട് നോട്ട് ചെയ്തെന്നുള്ളൂ. അപ്പൊ നെക്സ്റ്റ് വരുന്ന എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഇൻജെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല അത്, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടാം. വജനൽ ഇൻജെക്ഷൻസ് ഉണ്ട്. അതിൽ നമ്മളെ ഡ്രഗും നമ്മളെ മെഡിസിൻസും ഗ്ലിസറിൻ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പിന്നെ യൂറേത്രൽ ഇൻജെക്ഷൻസ് ഉണ്ട്. അതിലും പ്യൂരിഫൈഡ് വാട്ടറും ഡ്രഗ്സും ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പിന്നെ റെക്ടൽ ഇൻജെക്ഷൻസ് ഉണ്ട്. റെക്ടൽ ഇൻജെക്ഷൻസിൽ എയറോ റൂട്ടിന്റെ വാട്ടർ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെ മെഡിസിൻസും ഇത്രയാണ്. പിന്നെ സർജിക്കൽ ഡ്രസ്സിങ്സും നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ തന്നെ വരുന്നതാണ്. മറ്റേത് ഓയിൽ ഓഫ് വിന്റർഗ്രീൻ ടെസ്റ്റ് ആണ്, ആൽക്കഹോളിൽ വരുന്നത്. ഇത് ഓയിൽ ഓഫ് വിന്റർഗ്രീൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഗൗൾത്തേറി റിലേറ്റഡ് ആണ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് വരില്ലായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഇത്രയാണ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സ്പീഡാണോ ഞാൻ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പറഞ്ഞത്? ഏതെങ്കിലും പാട്ട് റിപ്പീറ്റ് ചെയ്യണോ?
ഇനി ഒറ്റൊരു ടോപ്പിക്കും കൂടി ഉള്ളൂ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്യാണേ, അവരൊന്നും പറയുന്നില്ല. പ്രിസ്ക്രിപ്ഷൻ ആണ്. പ്രിസ്ക്രിപ്ഷൻ ഒറിജിൻ ഏതാണ് വേർഡ്? Latin word from ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ. പ്രിസ്ക്രിപ്ഷൻ എത്ര പാർട്ട് ഉണ്ട്? 4 പാർട്ട്. ഓക്കെ. ഇതില് ഫസ്റ്റ് പാർട്ട് ഏതാണ്? Superscription. സൂപ്പർസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാ വരുന്നത്? Name of the patient, age, sex with address. നെയിം ഓഫ് ദ പേഷ്യന്റ്, ഏജ്, സെക്സ്, പിന്നെ Address. Address. അഡ്രസ്, പിന്നെ RX. ഓക്കെ. RXും കൂടി ഉണ്ട് കേട്ടോ. ആ റെസിപ്പി അല്ലെങ്കിൽ ടു ടേക്ക് എന്നുള്ള ആ ഒരു സിമ്പിൾ ഇല്ലേ നമ്മൾ എഴുതുന്നേ, അതും കൂടി സൂപ്പർസ്ക്രിപ്ഷനിലാണ് വരുന്നത്, അത് ഇൻസ്ക്രിപ്ഷനിലല്ല. അത് മാറിപ്പോരുത്. നെയിമും അഡ്രസ്സും ഏജും സെക്സും എല്ലാവരും ആലോചിക്കും എന്തായാലും. മറന്നു പോകുന്നത് RX മാത്രമാണ്. സൂപ്പർസ്ക്രിപ്ഷനിൽ വരുന്നതാണ് RX. ഇൻസ്ക്രിപ്ഷൻ എന്താണ്? ഇൻസ്ക്രിപ്ഷൻ എന്തൊക്കെയാ വരുന്നത്? Name of the remedy with its potency. ആൻഡ് How to Quantity of name and how to take remedy. vehicles. യെസ്, വെഹിക്കിൾസ് ആണ്. നെയിം ഓഫ് ദ റെമഡി, പൊട്ടൻസി, അതിന്റെ ക്വാണ്ടിറ്റിയും കൂടി. ഓക്കെ. പൊട്ടൻസിയും ക്വാണ്ടിറ്റിയും, അതിന്റെ കൂടെ നെയിം ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി വെഹിക്കിളും. ബോഡി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഏതാണ്? Inscription. ഇൻസ്ക്രിപ്ഷൻ ആണ് ബോഡി ഓഫ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. അത് ആർക്കുള്ള ഡയറക്ഷൻ ആണ്? Pharmacist. Pharmacist. ഡയറക്ഷൻ ടു ദ ഫാർമസിസ്റ്റ് ആണ് സബ്സ്ക്രിപ്ഷൻ. ഹൗ ടു ഡിസ്പെൻസ്. സിഗ്നേച്ചറിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? സിഗ്നേച്ചർ ലാസ്റ്റ് പാർട്ടാണ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? How to ഡയറക്ഷൻ, take the medicine. The mode of Direction to the patient. പിന്നെ route of administration. അതൊക്കെ ഡയറക്ഷൻ ടു ദ പേഷ്യന്റിൽ വന്നു. ഒരു സംഭവം കൂടി അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സിഗ്നേച്ചർ ഓഫ്, Signature of the physician. അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്? The date and registration. ഓക്കെ. എത്രയേ ഉള്ളൂ. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് RX എന്നുള്ള സിമ്പിൾ വേണം. പിന്നെ ഏജും സെക്സും നെയിമും അഡ്രസ്സും. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഓഫ് ദ റെമഡി, അതിന്റെ റെമഡിന്റെ പേര് മാത്രം. ഫസ്റ്റ് നമ്മൾ റെമഡിയുടെ പേര് എഴുതണം. പിന്നെ പൊട്ടൻസി, പിന്നെ ക്വാണ്ടിറ്റി, നെയിം ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വെഹിക്കിൾ. ബോഡി ഓഫ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഫാർമസിസ്റ്റിനുള്ള ഡയറക്ഷൻ ആണ് അതിൽ വരുന്നത്. സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ടു ദ പേഷ്യന്റ് ആണ്. എങ്ങനെ മെഡിസിൻ യൂസ് ചെയ്യണം, വെൻ ടു റിപ്പോർട്ട്, പിന്നെ ഡയറ്റോ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സിഗ്നേച്ചറിലാണ് എഴുതേണ്ടത്. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ ഫിസിഷ്യൻ വിത്ത് ഡേറ്റ് ആൻഡ് രജിസ്റ്റർ നമ്പർ. ഓക്കെ. ഇത്രയാണ് പ്രിസ്ക്രിപ്ഷനിൽ വരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചോദിച്ചിട്ട് നിർത്തിട്ടോ. 10:30 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. 10:30ക്ക് 2 മിനിറ്റും കൂടി ഉള്ളൂ അല്ലേ. പ്രിസ്ക്രിപ്ഷനിൽ P.C എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? After food. യെസ്, P.C എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഫുഡ് ആണ്. QH എന്ന് പറഞ്ഞാലോ? every hour. ഈച്ച് അവർ അല്ലെങ്കിൽ എവറി അവർ. SOS എല്ലാവർക്കും അറിയണ്ടാവും വിചാരിക്കണം. SOS If necessary. If Necessary. needed. necessary. H.D or HS? At night. At night. പൾവ്, Bedtime. PULV. Powder. ഓക്കെ. CM പൾവ് പൗഡർ ആണ്. CM In morning. Tomorrow morning. ടുമോറോ മോർണിംഗ്. ഓക്കെ. FT ക്യാപിറ്റൽ എഫും സ്മോൾ ടിയും. FT എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി മെയ്ഡ് എന്നാണ് കേട്ടോ. ലെറ്റ് ഇറ്റ് ബി മെയ്ഡ്.
പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണോ അല്ലെ നിങ്ങൾ എല്ലാവരും മടുത്തോ? മടുത്തു എന്നാണോ യെസ് ചോദിക്കൂ? ചോദിച്ചോ ഡോക്ടർ, ആരും നോന്ന് പറയുന്നില്ലല്ലോ. ഓക്കെ. ഡ്രഗിന്റെ ഒറിജിൻ ഏതാണ് വേർഡ്? French. ഫ്രഞ്ച്. ഓക്കെ. ഡ്രഗ് ആൻഡ് മാജിക് ആക്ട് ചെയ്തു കൊല്ല? 1945. ഓക്കെ. അല്ല 40. 40 അല്ല സോറി. എന്നെ കൺഫ്യൂസ് ആക്കിയോ? 1954. 94. അല്ല, അമെന്റ്മെന്റ് വന്നതാണ് 1945 ഞാൻ ഓർത്ത് വെച്ചത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. കേട്ടോ എന്റെ അടുത്ത് തരിയതാ. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് മാജിക് ആക്ട് അല്ല കേട്ടോ. കോസ്മെറ്റിക് ആക്ട് 1940 ആണ്. അമെന്റ്മെന്റ് ആണ് 1955 1960 വന്നിരിക്കുന്നത്. ഓക്കെ. ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് ചെയ്തു കൊല്ലാണ്? 1930. 1930. 1930. ഡ്രഗ് ആൻഡ് മാജിക് ആക്ട് ഞാൻ ആദ്യം ചോദിച്ചതാണല്ലേ. ഡ്രഗ് ആൻഡ് മാജിക് ആക്ട് 1955. 54 ആണ്. ആക്ട് റൂള് 55 കേട്ടോ. മെഡിസിൻ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ 1955. 1955 ആണ്. ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ട് 1954. അതിന് റൂള് വന്നിരിക്കുന്നത് 55 സെയിം ഇയറിലാണ് മെഡിസിൻ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ വന്നിരിക്കുന്നത്. ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് വന്നിരിക്കുന്നത് 1930. അതിന് റൂള് വന്നിരിക്കുന്നത് 1957. ഓക്കെ. സിംഗിൾ വയൽ മെത്തേഡ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരുടെ മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്? മൾട്ടിപ്പിൾ വയൽ മെത്തേഡ്. മൾട്ടിപ്പിൾ വയൽ മെത്തേഡ് ഡോക്ടർ ഹാനിമാൻ. ഓക്കെ. മൾട്ടിപ്പിൾ വയൽ മെത്തേഡ് ഹാനിമാൻ. സിംഗിൾ വയൽ മെത്തേഡ് കൊർസക്കോഫ്. ഫ്ലെക്ഷൻ പൊട്ടൻസി ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഫ്ലെക്ഷൻ പൊട്ടൻസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹാനിമാൻ ആണ്. സ്ട്രേറ്റ് പൊട്ടൻസി ആരാ പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ ബട്ട്. ഓക്കെ. പോസോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബർട്ട് ആണ് സ്ട്രേറ്റ് പൊട്ടൻസി. പോസോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? Study of doses. സ്റ്റഡി ഓഫ് ഡോസസ്. Who mechanized potentization? Potentization first mechanize ചെയ്തത് ആരാണ്? ഡെൻഹാം. ഓക്കെ. വൺ ഡ്രോപ്പ് എന്ന് പറഞ്ഞാല് എത്ര മിനിംസ് ആണ്? 17 minutes. വൺ മിനിം അല്ലേ? വൺ ഡ്രോപ്പ്. ഓക്കെ. ഇത്രയും ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ പറയണം. അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ റെഫർ ചെയ്ത് പറഞ്ഞുതരാം. ഇനി കുറച്ച് റിമൈനിങ് ആയിട്ടുള്ള നമ്മളെ കുറച്ച് എന്താ പറയാ സെയിൽസ് ഹോമിയോപതിക് മെഡിസിൻസ് അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഫാർമസി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു ഡോക്ടർ സരിക. എനിക്ക് തോന്നുന്നത് ലെജിസ്ലേഷന്റെ ഭാഗം കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് 69 ABCD ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അതായത് പിന്നെ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പഴയ അങ്ങനെയൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുണ്ട്. അതൊന്ന് ഓടിച്ച് പറയുന്നത് നല്ലതായിരിക്കും. ബാക്കി റിമൈനിങ് എല്ലാം കൂടെ ഒരു ക്ലാസ് എന്തായാലും വേണ്ടി വരും. അതുപോലെ എല്ലാവരും അബ്രിവേഷൻസിന്റെ പ്രധാനപ്പെട്ടതെങ്കിലും CAPT, CAPT, HAPT അതുപോലുള്ള കുറെ എണ്ണം ഉണ്ടല്ലോ.
അബ്രിവേഷൻസ് ഇൻക്ലൂഡ് പൗഡർ ചെയ്യാൻ മേക്കപ്പില് TDS BDS അതുപോലുള്ള കോമൺ ആയിട്ടുള്ളതെങ്കിലും എല്ലാം ഒന്ന് വായിച്ചിരിക്കുക. പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അയ്യോ ഇത് ഫാർമസിസ്റ്റുകളുടെ അല്ലേ എന്ന് തോന്നും. പക്ഷെ ഫാർമസിസ്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫാർമസി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ്, ഒരു മാസം ആയിട്ടില്ലെന്ന് തോന്നുന്നു, 10 ദിവസം മുമ്പ് നടന്ന കണ്ണൂർ ജില്ലാ PSC ഹോമിയോ PSC ഫാർമസിസ്റ്റിന്റെ PSC എക്സാമിന്റെ ആണ്. അതിന്റെ ആൻസർ കീ സഹിതമാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ആൻസർ കീയിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് 9ഓളം ക്വസ്റ്റ്യൻസ് PSC പിന്നീട് റിവൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുകൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. അപ്പോൾ സമയം ഒരുപാട് വൈകി, 10:36. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. നാളെ ഡോക്ടർ ശാന്തിപ്രിയ മെട്രിയ മാർത്താണ്ഡം വൈറ്റ് മെമ്മോറിയൽ ഹോമിയോ കോളേജിലെ മെട്രിയ പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഒരു മെട്രിയ കുറേ കാര്യങ്ങൾ, ഒരു ഡ്രഗ് ബൈ ഡ്രഗ് ഉള്ള ക്ലാസ് അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതുപോലെ കുറച്ച് ഡിസ്കഷൻ രീതിയിലുള്ള ക്ലാസ് ഉണ്ട്. ഈ ആഴ്ച തന്നെ ഡോക്ടർ അനിലപ്രിയയുടെ മെട്രിയ ഒരു സെക്കൻഡ് സെഷൻ ഉണ്ട്. മറ്റന്നാൾ ഓർഗനോൺ അഫോറിസംസ് ഡോക്ടർ രാജേശ്വരി. അത് കഴിഞ്ഞ് 2-3 ക്ലാസ്സുകൾ, ബാക്കിയും കുറച്ച് ക്ലാസ്സുകളൂടെ ഫിക്സ്ഡ് ആണ്. റെപ്പർട്ടറിയുടെ കഴിഞ്ഞ ക്ലാസ് എടുത്ത TPB എടുത്ത ആ ഡോക്ടർ തന്നെ BBCR എടുക്കുന്നുണ്ട്. ബോഗർ ബോണിയാസൻ എടുക്കുന്നുണ്ട്. വേറെ ഒരു ക്ലാസ് കൂടെ ഈ ആഴ്ചയുണ്ട്. ഞായറാഴ്ച നമുക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, 100 ക്വസ്റ്റ്യൻസിന്റെ. നമ്മുടെ നാമിന്റെ അതേ രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ്, അതേ സിലബസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അടുത്ത ആഴ്ചയിൽ നമ്മുടെ എക്സാമിനെ കുറിച്ചൊരു ധാരണയാകുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്തായാലും 2-3 മോക്ക് ടെസ്റ്റ് നമ്മളുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ശരിക്കും ഡോക്ടർക്ക് പ്രത്യേകം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്.